വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ വഴികൾ വിചാരിച്ചു നോക്കുവീൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഹഗ്ഗായി 1-ാം അധ്യായം 5-ാം വാക്യം. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നാം വർഷാവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ വർഷം പൂർത്തിയാകാൻ ഇനി 2 ദിവസം കൂടി മാത്രം. സ്വയം പരിശോധിക്കാനും തിരുത്തേണ്ടവ തിരുത്താനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള മികച്ച സമയമാണിത്. യഹോവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തത് എങ്ങനെയാണെന്ന് ഓർക്കുക. ഞാൻ നിങ്ങളെ നയിച്ച വഴികൾ മറക്കരുത്. അതേ രീതിയിൽ തന്റെ ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു, എന്റെ മരണത്തിന്റെ സ്മാരകമായി വിശുദ്ധ കർത്തൃമേശ ആചരിക്കാൻ ഓർക്കുക. നിനക്കായി നൽകപ്പെട്ട എൻ്റെ ശരീരവും നിനക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തവും പാനം ചെയ്യാൻ. ദാവീദ് തൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവൻ്റെ സകല ഉപകാരങ്ങളും മറക്കരുത് എന്ന് സങ്കീർത്തനം 103-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതിനാൽ വർഷാവസാനത്തിൽ കർത്താവ് നമുക്കായി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓർക്കുന്നത് ഉചിതമാണ്. ലോകാവസാനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിനെക്കുറിച്ചും നാം ചിന്തിക്കണം. നിങ്ങളുടെ ക്രിസ്തീയ ഓട്ടത്തിൽ നിങ്ങൾ ശരിയായി ഓടുന്നുണ്ടോ? ഓട്ടത്തിന്റെ അവസാനത്തിൽ നീതിയുടെ കിരീടം സ്വീകരിക്കാൻ നിങ്ങൾ അങ്ങനെ ഓടുന്നുണ്ടോ? നിങ്ങൾക്ക് കർത്താവിന്റെ വിശുദ്ധിയും നീതിയും പ്രാർത്ഥനയും ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവയെല്ലാം കർത്താവ് പ്രതീക്ഷിക്കുന്നു. ബിലയാം എന്നു പേരുള്ള ഒരു ജാതീയ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നീതിമാന്റെ മരണത്തിൽ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ എന്ന്. ഇത് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അത് അവൻ്റെ ആഗ്രഹമായിരുന്നെങ്കിലും അവൻ നേരുള്ളവനായിരുന്നില്ല. അവൻ്റെ ജീവിതം സന്തോഷപ്രദമായിരുന്നില്ല. അവൻ തൻ്റെ അത്യാഗ്രഹത്താൽ അന്ധനായി. മോവാബ്യ രാജാവായ ബാലാക്കുമായി ഇസ്രായേൽ മക്കളെ കാമമോഹങ്ങളിലേക്ക് ആകർഷിച്ചതിന്റെ രഹസ്യത്തിന്റെ പിന്നിൽ ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യം വിജയമോ മഹത്വമോ ആയിരുന്നില്ല. അവൻ ശത്രുക്കളുടെ വാളിനാൽ വീണു മരിച്ചു. ദൈവമക്കൾക്ക് നീതിനിഷ്ഠമായ മരണം സംഭവിക്കും, അവർ നീതിനിഷ്ഠമായ ജീവിതം നയിച്ചാൽ മാത്രം. നിങ്ങളുടെ ജീവിതം നീതിമാനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെത് പോലെയാണോ എന്ന് പരിശോധിക്കുക. തിരുവെഴുത്തുകൾ പറയുന്നു, വർഷാരംഭം മുതൽ വർഷാവസാനം വരെ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കണ്ണുകൾ എപ്പോഴും അതിലിരിക്കുന്നു എന്ന്. ഇത് ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. കർത്താവിന്റെ ദൃഷ്ടി എപ്പോഴും നിങ്ങളിലാണ്. അവൻ നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ബിൽദാദ് തന്റെ സ്നേഹിതനായ ഭക്തനായ ഇയ്യോബിനെ നോക്കി പറഞ്ഞു, നിന്റെ തുടക്കം ചെറുതായിരുന്നെങ്കിലും അവസാനം സമൃദ്ധമായി വർദ്ധിക്കുമെന്ന്. ഇത് ഇയ്യോബ് 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, വർഷാവസാനം തുടക്കത്തേക്കാൾ മഹത്വമുള്ളതായിരിക്കണം. തീർച്ചയായും പരലോകമുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷ അസ്തമിക്കുകയില്ല എന്ന് സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 24-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സെഖര്യാവ് 9, 10, 11, 12 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 20-ാം അധ്യായം. ആമേൻ.